Hello students, today we will learn about flowchart. In the last video, we have discussed about algorithms. Okay, just watch that carefully. Flowchart is a graphical representation of an algorithm. So if you are thorough with the algorithm, you will know how to draw or how to convert that into a flowchart. Okay, flowchart is just graphical representation of an algorithm. So whatever is applicable to algorithm is applicable to flowchart too. All the rules that an algorithm has is also applicable to a flowchart. Okay, this is a graphical representation. Draw a pictorial representation of an algorithm. Okay. Algorithm start, stop, algorithm എപ്പോഴും സ്റ്റാർട്ട് ഉണ്ടാവും, അതേപോലെ അവസാനിക്കപ്പോഴും സ്റ്റോപ്പ് ഉണ്ടാവും. അവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് എഴുതും. ഇവിടെ നമ്മൾ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ടും സ്റ്റോപ്പും വരയ്ക്കുന്നത്. This is the terminal symbol for indicating the start as well as the beginning and ending of a flowchart. This is a symbol. This is a symbol. This is start one. This is stop. Okay. ഒരു ഓവൽ ഷേപ്പിൽ വരച്ചിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ട് ടൈം. ഇത് അവസാനം സ്റ്റോപ്പ്. This is a terminal symbol for start and stop. These are the terminal symbols. Terminal കഴിഞ്ഞാൽ എൻഡ് ചെയ്യുക അല്ലെങ്കിൽ ബിഗിൻ ചെയ്യുക. അറ്റത്തുള്ള ടെർമിനൽസ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു പാരലോഗ്രാം വരച്ചിട്ടാണ്. This is read, read. For reading and writing, you have to draw this diagram, parallelogram. Next is rectangle. Rectangle is for a process. This is the most common component in a flowchart. Okay, rectangle. Rectangle is for a process. This is flow lines. ഓരോ ഡയഗ്രാം അങ്ങോട്ട് ഓരോ സിമ്പിൾസ് തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലോ ലൈൻസ് ആണ്. ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം, മുകളിൽ താഴേക്കും താഴേന്ന് മുകളിലേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ വരയ്ക്കാം. This controls the flow. എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഫ്ലോ ചാർട്ട്. ഫ്ലോ ചെയ്യുന്ന ചാർട്ടാണ്. സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്റ്റോപ്പിലേക്ക് എത്തണം. ഇടയിൽ കൂടെ കുറെ പ്രോസസ്സ് ഉണ്ടാവും. അതെല്ലാം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ സിമ്പിൾസ്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ എന്താ, റീഡ് എ. റീഡ് എ നമ്മൾ എഴുതണം, ഈ പാരഗ്രാമിൽ എഴുതണം. ഓക്കെ, അതിൽ C=A+B ഇവിടെ കമ്പ്യൂട്ടേഷൻ ആണ്, പ്രോസസ്സിൽ എഴുതണം. ഇത് സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഓക്കെ, ദീസ് ആർ ദ ബേസിക് സിമ്പിൾസ്. നൗ വി ഹാവ് നെക്സ്റ്റ് വൺ as decision. If A greater than B, if A is negative, if A is positive. അങ്ങനെ ഡിസിഷൻ വരുമ്പോൾ എല്ലാം കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് this one. This simple. Yes or no, true or false questions ഒക്കെ ആൻസർ ചെയ്യുന്നത് വെച്ചിട്ടായിരിക്കും. Is this condition true? Is A is greater than B? അതിന് no എന്ന് വരാം, yes എന്ന് വരാം. ഇങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്. This is how we draw it. Flowchart symbol. This is the decision symbol. This is known as a decision. Okay. Next is connectors. A pairs of on-page connector used to replace long lines in a flowchart page. നമ്മൾ ഫ്ലോചാർട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ നിങ്ങളൊക്കെ, ഞാനിപ്പോൾ ഈ ബോർഡിൽ വരയ്ക്കുന്നു, നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ പേപ്പറിലായിരിക്കും വരയ്ക്കുക, നോട്ട്ബുക്കിന്റെ പേജിലായിരിക്കും വരയ്ക്കുക. ശരിക്കും ഇപ്പോൾ ചിലപ്പോൾ ഒരു പേജ് തീർന്നു എന്നിരിക്കില്ല, 2-3 പേജിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഓക്കെ, ആ പേജസ് തമ്മിൽ കണക്ട് ചെയ്യാൻ 2 തരം കണക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഓഫ് പേജ് കണക്ട്, ഓൺ പേജ് കണക്ടറും ഇതൊന്ന് ഓഫ് പേജ് കണക്ടറും. ഒരേ പേജിൽ തന്നെ ഉപയോഗിക്കുന്ന സിമ്പിളാണ് ഇത്. ഒരു നമ്മളിവിടെ വരച്ചിട്ട് ഇവിടെ എ എന്ന് എഴുതി വെക്കും, എന്നിട്ട് എ വേറെ സ്ഥലത്ത് വേണ്ടി കണക്ട് ചെയ്യും. These are the on-page connectors to replace long lines in a flowchart page. This symbol is known as off-page connector. ഒരു പേജിന്റെ അപ്പുറത്തെ പേജിലേക്ക് പോയി മറിക്കുന്ന പേജിലാണ്, അങ്ങനെ വരയ്ക്കുന്ന കണക്ടറാണ് ഓഫ് പേജ് കണക്ടർ. ഓഫ് പേജ് കണക്ടർ is used when target is on another page. Okay, നിങ്ങൾ കണക്ടേഴ്സ് വരയ്ക്കുമ്പോൾ സാധാരണ എല്ലാവരും ഈ ഓൺ പേജ് കണക്ടേഴ്സ് ആണ് ഉപയോഗിക്കാറ്. This is off page connector. മനസ്സിലായല്ലോ അല്ലെ? ഒരു പേജ് വേറെ പേജിലേക്ക് പോവുകയാണെങ്കിൽ ഓഫ് പേജ് കണക്ടർ ഉപയോഗിക്കണം. ഒരു പേജിൽ തന്നെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്ന ഫ്ലോ ലൈൻസ് ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ദിസ് ഓൺ പേജ് കണക്ടേഴ്സ്. ഓക്കെ, now predefined process. Predefined process symbol shows named process which is defined elsewhere. നമ്മൾ ഇവിടെ എഴുതുന്ന പ്രോഗ്രാം അല്ല, ഇവിടെ എഴുതുന്ന ഫംഗ്ഷൻ അല്ല, പക്ഷെ വേറെ എവിടെ എഴുതിയിട്ടുണ്ട്, അത് ഉപയോഗിക്കുകയാണ്, അത് ഇങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. അതിന് ഉപയോഗിക്കുന്നതാണ് പ്രീഡിഫൈൻഡ് പ്രോസസ്. പ്രോസസ് സിമ്പിൾ എന്തായിരുന്നു? പ്രോസസ് സിമ്പിൾ റെക്ടാങ്കിൾ ആണ്. പ്രോസസ് സിമ്പിൾ അവിടെ ഒരു ലൈൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ അത് പ്രീഡിഫൈൻഡ് ആയി. റെക്ടാങ്കിളിനുള്ളിൽ 2 ലൈൻ ഇങ്ങോട്ട് വരച്ചേക്കും, വേറെ ഒന്നും ചെയ്യുന്നില്ല. ദിസ് ഇസ് നോൺ ആസ് പ്രീഡിഫൈൻഡ് പ്രോസസ്. വി ആർ നോട്ട് റൈറ്റിംഗ് ദ ഫംഗ്ഷൻസ് ഹിയർ. ഫംഗ്ഷൻ പേര് മാത്രമേ എഴുതുള്ളൂ, അത് വേറെ എവിടെ എഴുതിയായിരിക്കും. ഇവിടെ എന്താ ചെയ്യുന്നത് നമ്മൾ എഴുതുന്നില്ല. ഓക്കെ, അവിടെ നിന്നുള്ള കാര്യം ഇവിടെ ഉപയോഗിക്കുന്നു, അതിന് ഉപയോഗിക്കുന്നതാണ് പ്രീഡിഫൈൻഡ് പ്രോസസ്. ഇനി മാഗ്നറ്റിക് ഡിസ്ക് വരയ്ക്കാൻ സിമ്പിൾ ആണിത്. ദിസ് ഇസ് ദ മാഗ്നറ്റിക് ഡിസ്ക്. ഓക്കെ,
Now display, machine display. This is a symbol used for machine display. This is a symbol for magnetic tape. This is a symbol for punched tape. This is off-page connector. And നേരത്തെ പറഞ്ഞു വേറൊരു പേജിൽ കണക്ട് ചെയ്യാൻ പേജിൽ കണക്ട് ചെയ്യാനുള്ളതാണ് off-page connector. This is document. One document. This is multiple document. Document is a pages. കുറേ word processing document, spreadsheet document, അല്ലെങ്കിൽ നമ്മൾ web page document ഒക്കെ ആവാം. അത് നമുക്ക് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ that is denoted by the symbol. This is annotation or comments. ഇവിടെ comments എഴുതിയിരിക്കുന്നത്. Okay. Annotation, yeah, comments. നമ്മൾ documentation പഠിച്ചു. Documented കാര്യങ്ങൾ എഴുതി വയ്ക്കുകയാണ്. അതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുകയാണ്. That is known as comments. You can write comments anywhere. These are the symbols for a flowchart. Just go through. This is start symbol. This is read and write. This is process. This is flow lines. This is decision. This is off-page connector. ഇത്രയൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളൂ. ബാക്കിയൊക്കെ ഉണ്ട്. നമ്മൾ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കേണ്ടി വരാറുള്ളൂ. Okay. Now we are drawing a flowchart to find the sum of two numbers. നേരത്തെ ഇത് അതേ അൽഗോരിതം ഫ്ലോചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്യണം? ആദ്യമേ സ്റ്റാർട്ട് ചെയ്തു. റീഡ് എ ആൻഡ് ബി, സി ഈക്വൽ ടു എ പ്ലസ് ബി, പ്രിന്റ് സി, സ്റ്റോപ്പ്. ഇതാണ് അൽഗോരിതം ചെയ്ത കാര്യങ്ങൾ. ഇത് ഡയഗ്രമാറ്റിക് റെപ്രസെന്റ് ചെയ്തു. സ്റ്റാർട്ടും സ്റ്റോപ്പ് ചെയ്ത സിമ്പിൾ ആ ടെർമിനൽ സിമ്പിൾ. സ്റ്റാർട്ടും സ്റ്റോപ്പും ടെർമിനൽ സിമ്പിൾസ് ആണ്. റീഡോ, യു ഷുഡ് ഡ്രോ എ പാരലോഗ്രാം. ഓക്കെ. ഇവിടെ ആണെങ്കിലോ ദിസ് ഇസ് എ പ്രോസസ്. സോ യു മസ്റ്റ് ഡ്രോ എ റെക്ടാങ്കിൾ. പ്രിന്റ് സി, ദിസ് ഇസ് ഔട്ട്പുട്ട് ആണ്. ഇവിടെയും പാരലോഗ്രാം വരയ്ക്കും. ഇപ്പൊ ഇൻപുട്ടും ഔട്ട്പുട്ടും ആണെങ്കിൽ പാരലോഗ്രാം ആണ്. സ്ലാൻഡർ ലൈൻസ് വേണം വരയ്ക്കാൻ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും. ഇവിടെയാണെങ്കിലോ ഷാർപ്പ് ലൈൻസ്, അതായത് 90 ഡിഗ്രി ആയിരിക്കും വരയ്ക്കേണ്ടത്. ദിസ് ഇസ് പ്രോസസ്. ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ചെരിച്ച് വരയ്ക്കുക. പ്രോസസ് ആകുമ്പോൾ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. സ്റ്റാർട്ടും സ്റ്റോപ്പും ഓവർ ഷേപ്പിൽ വരയ്ക്കുക. അപ്പോൾ ഫ്ലോ ചാർട്ട്. അപ്പോൾ അൽഗോരിതം അറിയാമെങ്കിൽ അത് നേരിട്ട് ഫ്ലോ ചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ദിസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. നെക്സ്റ്റ് ഈസ് the flowchart find the largest of two numbers a and b. രണ്ട് നമ്പറിന്റെ ലാർജസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ. ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഡിസിഷൻ ഉണ്ട് അല്ലെ, എ ആണോ ബി ആണോ വലുതെന്ന് അറിയണം. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നോക്കാം. സ്റ്റാർട്ട് ചെയ്തു. റീഡ് എ ആൻഡ് ബി. ഇനി എന്ത് വേണം? ഈസ് എ ഗ്രേറ്റർ ദാൻ ബി. എ ആണ്. ഈസ് എ ഗ്രേറ്റർ ദാൻ ബി. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ ആൻസർ എന്ത് വേണം? ട്രൂ ആവാം, ഫോൾസ് ആവാം. യെസ് ആണെങ്കിൽ എന്ത് വേണം? എ പ്രിന്റ് ചെയ്യാം. നോ ആണെങ്കിൽ ബി പ്രിന്റ് ചെയ്യാം. അത് കഴിഞ്ഞ് രണ്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. ദീസ് ആർ symbols പഠിക്കാം. This is a terminal symbol. Start and stop are the terminal symbol. This is input symbol. This is decision. This is output symbol. These lines are the flow lines. Okay, these are the flow lines. Flow lines എങ്ങനെയുള്ള വരയ്ക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരയ്ക്കാം. The next one is a comparison between algorithm and flowchart. Algorithm is a step-by-step procedure to solve a problem. Flowchart is a diagram created by different shapes to show the flow of data. Here also we are showing the flow of data. But corrected ഒന്നും രണ്ടിലേക്ക് പോകണ്ട. ആ ഫ്ലോ എങ്ങോട്ടാണ് അങ്ങോട്ടാണ് പോകുന്നത്. ആരോ വെച്ചിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. Algorithm is complex to understand when we have large number of complex problems. Okay. Flowchart is easy to understand because we are drawing the flow lines. A lines കണ്ടു എങ്ങോട്ടാ ഫ്ലോ പോകുന്നതെന്ന് മനസ്സിലാവും. Algorithm, plain text is used. In flowchart, symbols and shapes are used. Algorithm is easy to debug. Flowchart is hard to debug. കുറേ വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ കോംപ്ലിക്കേഷൻ ആയി പോകും. Okay. Algorithm does not follow any rules. Flowchart follows the rules to consider. ഓരോ ഷേപ്പിനും ഓരോ സിമ്പിളിനും ഓരോ ഷേപ്പിനും predefined meaning ഉണ്ട്. Algorithm can be written using pseudocode or any English language text, but flowchart is just a graphical representation of that logic. Now we'll see some of the problems using algorithm as well as flowchart. We'll write both algorithm as well as flowchart. Okay. Next is sum and average of n numbers. Find the sum and average of n numbers. എങ്ങനെ കണ്ടുപിടിക്കുക? കുറെ നമ്പേഴ്സിന്റെ സമ്മും ആവറേജും കണ്ടുപിടിക്കണം. നമ്മൾ രണ്ട് നമ്പറിന് സം കണ്ടുപിടിച്ചു.
രണ്ട് നമ്പറിന് സം കണ്ടുപിടിച്ചു. ഫൈൻഡ് ദ സം ഓഫ് ടു നമ്പേഴ്സ്. എങ്ങനെ ചെയ്തേ? ആദ്യത്തെ നമ്പർ റീഡ് ചെയ്തു, രണ്ടാമത്തെ നമ്പർ റീഡ് ചെയ്തു, രണ്ടും കൂടെ ആഡ് ചെയ്തു, സം കണ്ടുപിടിച്ചു. മൂന്നാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, മൂന്നാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് 3 നമ്പർ റീഡ് ചെയ്യാം, അതിന് സം കണ്ടുപിടിക്കാം. Suppose we have 5 numbers. We have 5 numbers. അപ്പൊ എങ്ങനെയാണ് റീഡ്? A1, A2, A3, A4, A5. Sum equal to A1 plus A2 plus A3 plus A4 plus A5. Print sum. അൽഗോരിതം ആയി കഴിഞ്ഞു അല്ലേ? നമുക്ക് n എന്താണെന്ന് അറിയില്ല. റീഡ് n numbers. ഇപ്പൊ A1 to AN ആണ് റീഡ് ചെയ്യേണ്ടത്. Read n numbers. Find the sum of n numbers as question. Sum of n numbers. n-നൊരു 3-നോ 4-നോ 5-നോ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അത്ര നമ്പേഴ്സ് റീഡ് ചെയ്യുക, സം കണ്ടുപിടിക്കുക. നേരത്തെ അതേ പ്രോഗ്രാമാണ്. 2 നമ്പേഴ്സിന്റെ അൽഗോരിതം എഴുതിയ പോലെ തന്നെയാണ്. 5 ആയാലും 3 ആയാലും 4 ആയാലും 10 ആയാലും കുഴപ്പമില്ല. നമ്പറിന് n തരുവാണെങ്കിൽ കുഴപ്പമില്ല. n നമുക്ക് ഇപ്പൊ തരുന്നില്ല, നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോഴേ തരുന്നുള്ളൂ. n ക്യാൻ ബി എനിത്തിങ്. ഇപ്പൊ ഇൻപുട്ടിന് എന്ത് കൊടുക്കുന്നു അതനുസരിച്ചാണ് പ്രോഗ്രാം റൺ ചെയ്യണത്. For example, we are going to find sum of n numbers. Okay, sum of n numbers. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? റീഡ് n. നമ്മൾ n റീഡ് ചെയ്യണം. n-ന്റെ വാല്യൂ 5 ആണെങ്കിലോ A1, A2, A3, A4, A5 റീഡ് ചെയ്യണം. n-ന്റെ വാല്യൂ 3 ആണെങ്കിലോ നമുക്ക് A1, A2, A3 റീഡ് ചെയ്താൽ മതി. n-ന്റെ വാല്യൂ 6 ആണെങ്കിലോ A1, A2, A3, A4, A5, A6. ഇത് നമുക്ക് ഇപ്പൊ അറിയില്ല, റൺ ചെയ്യുമ്പോൾ അറിയുള്ളൂ എന്താ കൊടുക്കുന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് വേണം റീഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരിക്കലും നിരത്തി പിടിച്ചും റീഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിയില്ല n എത്രയാന്നുള്ളത്. അതിന് കിട്ടുന്ന ലോജിക് ആണിത്. ഓക്കെ, റീഡ് n. Read the first number. Let me say A and the simplification. Okay. Read n. Read n. Okay. സം ആദ്യമേ 0 ആണെന്ന് വിചാരിക്കുക. സം ഈക്വൽ 0. സം ഇല്ലല്ലോ, സം ഈക്വൽ 0 ആണെന്ന് വിചാരിച്ചു. റീഡ് n. എന്ന് വെച്ചാൽ നമ്പർ n, ഫോർ എക്സാമ്പിൾ n-ന്റെ വാല്യൂ 5 ആണ്. അറിയില്ല, n can be anything. Let it be 5 for the time being. അപ്പൊ നമുക്ക് read the number. Read number. നമ്പർ, ഈ നമ്പർ ഫോർ എക്സാമ്പിൾ ഏത് നമ്പറുള്ള ആയിക്കോട്ടെ. നമ്പർ ഫോർ എക്സാമ്പിൾ 7 ആവും. It will be 7. ഇന്ത്യയാണ്. ഇപ്പൊ സം എന്തായി? സം ഈക്വൽ 7 ആകും. ഒരു നമ്പറേ ഉള്ളൂ. അപ്പൊ സം ഈക്വൽ ടു ഓൾറെഡി സം എന്താണോ ഉള്ളത് അതിന്റെ കൂടെ ഇപ്പൊ റീഡ് ചെയ്യുന്ന നമ്പർ റീഡ് ചെയ്യാം. ഇപ്പൊ സം എന്തായി? 0 പ്ലസ് 7. നമുക്ക് n-ന്റെ വാല്യൂ 5 ആണ്. നമുക്ക് അടുത്ത നമ്പർ റീഡ് ചെയ്യണം. രണ്ടാമത്തെ നമ്പർ റീഡ് ചെയ്തു. റീഡ് ഫസ്റ്റ് നമ്പർ. റീഡ് സെക്കൻഡ് നമ്പർ. Let it be 8. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സം ഈക്വൽ സം പ്ലസ് നമ്പർ ആണ്. 7 പ്ലസ് 8, 15. തേർഡ് നമ്പർ 2. 15 plus 2 you get 17. Fourth number 3 എന്ന് വിചാരിച്ചു. 17 plus 3 we get 20. 5 നമ്പർ റീഡ് ചെയ്യണ്ടേ? ഫിഫ്ത്ത് നമ്പർ. Let it be 5. It will be 20 plus 5, 25. ഇപ്പൊ n നമ്പർ ആയല്ലോ. n നമ്പർ 5 നമ്പർ റീഡ് ചെയ്തു നമ്മൾ. ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 5 നമ്പേഴ്സ് നമ്മൾ റീഡ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. I'll repeat again. First n read ചെയ്യുക. Read n. n-ന്റെ വാല്യൂ എന്താണോ അത്രയും സമയത്ത് റീഡ് ചെയ്യണം. ഇനി റീഡ് നമ്പർ. റീഡ് ദ ഫസ്റ്റ് നമ്പർ. ഫസ്റ്റ് നമ്പർ നമ്മൾ കൊടുക്കില്ല, നമ്പറിന് മാത്രമേ കൊടുക്കൂ. സം ഈക്വൽ ടു സം പ്ലസ് നമ്പർ. ഇതാണ് ഐഡിയ. അപ്പൊ ആദ്യം ഇനിഷ്യലി സമ്മിന്റെ വാല്യൂ 0 ആക്കണം. അല്ലെങ്കിൽ എന്ത് വേണം? ഓൾറെഡി സമ്മിൽ കിടക്കുന്ന കൂടിയും ആഡ് ചെയ്ത് പോകും. അപ്പൊ 0 പ്ലസ് നമ്മൾ റീഡ് ചെയ്ത നമ്പർ. ഇവിടെ നമ്പർ എന്ത് റീഡ് ചെയ്തോ അത് റീഡ് ചെയ്തു. 5 എടുത്തു. ഇത് എത്ര റിപ്പീറ്റ് ചെയ്യണം? യു ഹാവ് ടു റിപ്പീറ്റ് ദിസ്. Repeat 5 n times. n ഒരു തവണ n എത്രയാണോ അത്രയും സമയത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. This is the logic of find the average, sum and average of n numbers.
സം എല്ലാം കണ്ടുപിടിച്ചു എല്ലാം ചെയ്ത് കഴിയുമ്പോൾ എന്ത് നമുക്ക് സമ്മിന്റെ ഭാഗത്തിൽ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ സം ഈക്വൽ 25 എന്ന് കിട്ടും. ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് ഈക്വൽ ടു 25/n. എന്നിന്റെ വാല്യൂ 5 ആയിരുന്നു അവിടെ, 25/5. 5 ഉത്തരം കിട്ടും. ഓക്കെ, ഞാൻ ഗോ ത്രൂ ദ അൽഗോരിതം. Start, read and set sum equal to 0, average equal to 0, count equal to 0. സം എന്തിനാ? നമുക്ക് സം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് 0 ഇനിഷ്യലൈസ് ചെയ്യണം. ആവറേജോ 0 ഇനിഷ്യലൈസ് ചെയ്യണം. കൗണ്ട് എന്തിനാ? ഈ n കൗണ്ട് ചെയ്യാം. നമുക്ക് 5 തവണ റിപ്പീറ്റ് ചെയ്യും. എന്നിന്റെ വാല്യൂ എത്രയാണ്? എന്നിന്റെ വാല്യൂ 5 ആണ്, 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. എന്റെ വാല്യൂ 10 ആണ്, 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. എന്റെ വാല്യൂ 15 ആണ്, 15 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. അത് കൗണ്ട് ചെയ്യാനാണ് ഈ കൗണ്ട് ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ, if count is greater than or equal to n, go to step 9. Step 9 print sum, average, എല്ലാം ചെയ്ത് അവസാനിപ്പിക്കുക. എല്ലാ സമയത്ത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നോട്ട് തുടങ്ങാം. റീഡ് നമ്പർ. ഒരു നമ്പർ റീഡ് ചെയ്ത് എന്ത് ചെയ്യണം? കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. ലിസൺ കെയർഫുള്ളി. വി ആർ റീഡിങ് എ നമ്പർ. റീഡ് എ നമ്പർ. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. സം ഈക്വൽ ടു സം പ്ലസ് നമ്പർ. ഗോ ടു സ്റ്റെപ്പ് 4. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക until we read the required number of numbers. ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. റീഡ് നമ്പർ. ഫസ്റ്റ് ടൈം എന്ത് വേണം? ആദ്യത്തെ നമ്പർ റീഡ് ചെയ്തു, കൗണ്ടിന്റെ വാല്യൂ 1 ആയി, സം ഈക്വൽ സം പ്ലസ് നമ്പർ ആയി. ഗോ ടു സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 കൗണ്ട് ഗ്രേറ്റർ ദാൻ n ആണോ നോക്കി, ആയിട്ടില്ല. റീഡ് ദ സെക്കൻഡ് നമ്പർ, കൗണ്ട് ഈക്വൽ കൗണ്ട് പ്ലസ് സെക്കൻഡ് നമ്പർ ആയി, സം ഈക്വൽ സം പ്ലസ് നമ്പർ. ഗോ ടു സ്റ്റെപ്പ് 4. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ് ടു ദിസ് സ്റ്റെപ്സ്. ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത്രയും തിങ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കൗണ്ട് ഗ്രേറ്റർ ദാൻ n ആയി എന്ത് വേണം? വി ആർ കമ്മിങ് ഹിയർ. ഇത് പുറത്തേക്ക് തന്നെ, ഇവിടെ നിന്ന് എങ്ങോട്ടാ പുറത്തേക്ക് തന്നെ? ഇവിടെ നമ്മൾ ഇവിടേക്ക് എത്തുന്നു. കമ്മിങ് ഹിയർ. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കണ്ടീഷൻ വൈലേറ്റ് ചെയ്ത ഉടനെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുമ്പോൾ എന്താണ്? സമ്മ് പ്രിന്റ് ചെയ്തു, ആവറേജ് ഈക്വൽ സം ബൈ n, പ്രിന്റ് ആവറേജ് സ്റ്റോപ്പ്. കൺസെപ്റ്റ് ക്ലിയർ? നമ്മൾ n നമ്പറിന്റെ കേസിൽ ഒരിക്കലും n നമ്പർ ഒരുമിച്ച് റീഡ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, ഒരുമിച്ച് റീഡ് ചെയ്ത് കൂട്ടാൻ പറ്റില്ല. ഒരു നമ്പർ റീഡ് ചെയ്യുക, അപ്പൊ സമാന നമ്പർ ആണ്. രണ്ട് നമ്പർ റീഡ് ചെയ്യുമ്പോൾ എന്താണ്? രണ്ടാമത് കിട്ടുന്ന നമ്പർ ഇപ്പൊ കിട്ടിയ നമ്പറിനോട് ആഡ് ചെയ്യുക. കിട്ടുമ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ എല്ലാ നമ്പർ റീഡ് ചെയ്യുമ്പോഴേക്കും സമ്മ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ഐഡിയ. ഞാൻ ഫ്ലോ ചാർട്ട് നോക്കാം. ഫ്ലോ ചാർട്ട് ഒന്നുകൂടി മനസ്സിലാക്കാൻ എളുപ്പം. സ്റ്റാർട്ട് ചെയ്തു, റീഡ് എൻഡ് ചെയ്തു, സമ്മ് 0, ആവറേജ് 0, കൗണ്ട് 0 കൊടുത്തു. ഇനി എന്താണ്? കൗണ്ട് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു n ആണോ നോക്കി, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്തു, കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1, സം ഈക്വൽ ടു സം പ്ലസ് നമ്പർ. ഇനി എന്ന് തിരിച്ചിങ്ങോട്ട് പോയി കൗണ്ട് വീണ്ടും കൗണ്ട് കൂടിയിട്ടുണ്ടല്ലോ. കൗണ്ട് ആദ്യത്തെ തവണ 0 ആയിരുന്നു, പിന്നെ തവണ 1 ആയി, പിന്നെ തവണ 2 ആയി, പിന്നെ തവണ 3 ആയി, 4 ആയി, 5 ആയി. അപ്പൊ 5 റീഡ് ചെയ്യുമ്പോൾ ഈ n എത്രയാണ് അത്രയും റീഡ് ചെയ്യുമ്പോൾ എന്ത് വേണം? ചെയ്ത് കഴിയും. എസ് ആണ് എന്ത് വേണം? നമുക്ക് സമ്മ് പ്രിന്റ് ചെയ്തു, ആവറേജ് പ്രിന്റ് ചെയ്തു, ആവറേജ് കണ്ടുപിടിച്ചു, ആവറേജ് പ്രിന്റ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. പ്രിന്റ് സം, പ്രിന്റ് ആവറേജ് ഈക്വൽ സം ബൈ n, പ്രിന്റ് ആവറേജ് സ്റ്റോപ്പ്. ദിസ് ഈസ് ഹൗ വി ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ് ഓഫ് n നമ്പേഴ്സ്. നിങ്ങൾ ചെയ്യേണ്ടത് പ്രോഗ്രാം ഇതെല്ലാം പകർത്തിയെടുക്കുക, എന്നിട്ട് കുറച്ചൊരു എക്സാമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കുക. ഇതിന്റെ വാല്യൂ 5 എന്നിട്ട് ഈ ലോജിക് കൂടെ നിങ്ങളുടെ 5 നമ്പേഴ്സ് റീഡ് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, എന്നാലും മനസ്സിലാവുള്ളൂ. This is the next one. Find the maximum among n numbers. നമ്മൾ രണ്ട് നമ്പറിന്റെ മാക്സിമം കണ്ടുപിടിച്ചില്ലേ? ഈ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ബി പ്രിന്റ് ചെയ്യുക. ഇവിടെ n നമ്പേഴ്സ് ഉണ്ട്. n നമ്പേഴ്സ് ഉള്ളപ്പോൾ എപ്പോഴും എന്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യത്തെ നമ്പർ നോക്കുക. നമ്മൾ n നമ്പർ റീഡ് ചെയ്യുമ്പോൾ തന്നെ മാക്സിമം ആയി കഴിയുണ്ടാവും. ഇവിടുത്തെ നേരത്തെ പോലെ മാക്സിമം ഈക്വൽ 0 എന്ന് കൊടുത്തു, കൗണ്ട് ഈക്വൽ 0 എന്ന് കൊടുത്തു. എന്നിട്ട് ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യുക. ഫസ്റ്റ് നമ്പർ നമ്മുടെ 0യേക്കാൾ വലുതാണെങ്കിൽ എന്ത് വേണം? അതാണ് മാക്സിമം. സെക്കൻഡ് നമ്പർ വലുതാണെങ്കിൽ അതാണ് മാക്സിമം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ജസ്റ്റ് ഇവിടെ എഴുതാം. കുറച്ച് നമ്പേഴ്സ് എഴുതുകയാണ്. വെറുതെ എഴുതിയേക്കാം, കുറെ നമ്പേഴ്സ് എഴുതി വെച്ചേക്കാം. ആദ്യമേ മാക്സ് ഈക്വൽ 0 എന്ന് കൊടുത്തേക്കണം. നമ്മൾ മാക്സിമം ഈക്വൽ ടു 0. നമ്മൾ പോസ്റ്റ് നമ്പേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ദാറ്റ് ദ അൽഗോരിതം മേക്ക് ഇറ്റ് സിമ്പിൾ. മാക്സിമം ഈക്വൽ 0 എന്ന് കൊടുത്തു. ആദ്യത്തെ നമ്പർ നമ്മൾ റീഡ് ചെയ്തു, 12 റീഡ് ചെയ്തു. അപ്പൊ 12 0 നമ്മൾ കമ്പയർ ചെയ്തു. അപ്പൊ ഏതാ വലുത്? 12 ആണ് വലുത്. അപ്പൊ നമുക്ക് 0 പറ്റില്ല, നമ്മൾ 12 ആണ് അവിടെ മാക്സിമം. ഇനി അടുത്ത നമ്പർ റീഡ് ചെയ്തു, 13 റീഡ് ചെയ്തു. 13 ചെയ്യുമ്പോൾ 13 12 കമ്പയർ, ഈ 12 കൂടെ കമ്പയർ ചെയ്യുന്നത്. ഓ എഗെയിൻ 12 വലുത് 13 കിട്ടി. ഇപ്പൊ 12 വേണ്ട, നമുക്ക് 13 സ്റ്റോർ ചെയ്തു.
ഇനി അടുത്ത 5 ആ റീഡ് ചെയ്യുന്നത്. 5 13 കമ്പയർ ചെയ്യുമ്പോൾ എന്താ 13 തന്നെയാണ് വലുത്. അപ്പോൾ 5 നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അടുത്ത 8 റീഡ് ചെയ്തു. 8 റീഡ് ചെയ്യുമ്പോഴാണെങ്കിലോ നമ്മുടെ 13 തന്നെയാണ് വലുത്, നോ പ്രോബ്ലം. again we are reading 7, അപ്പോഴോ 13 തന്നെയാണ് വലുത്, അപ്പോൾ ഒന്നും ചെയ്യണ്ട. 19 റീഡ് ചെയ്തു. 19 റീഡ് ചെയ്യുമ്പോൾ 19 13 കമ്പയർ ചെയ്യുമ്പോൾ 19 ആണ് വലുത്, അപ്പോൾ 13 വേണ്ട. നമ്മൾ എപ്പോഴും മാക്സിമം നമ്പറോട് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ. 20 റീഡ് ചെയ്തു. 20 റീഡ് ചെയ്യുമ്പോൾ 19നേക്കാൾ വലുതാണ്, മാക്സിമം 20. ഇതെല്ലാം ചെയ്ത് നമുക്ക് മാക്സിമം നമ്പറോട് കിട്ടിക്കഴിഞ്ഞു. ദിസ് ഈസ് ആൻസർ. ഇതാണ് ഐഡിയ. ഓരോ നമ്പർ റീഡ് ചെയ്യുമ്പോഴും നമ്മൾ മാക്സിമം നമ്മുടെ കയ്യിലുള്ള മാക്സിമം ആയിട്ട് കമ്പയർ ചെയ്യുക. നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളത് ഇപ്പൊ ഇതുവരെ റീഡ് ചെയ്ത നമ്പറിന്റെ മാക്സിമം ആയിരിക്കും. ഓക്കെ. Look at the algorithm. Start, read n, max equal to 0, count equal to 0. If count greater than or equal to n, n ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. This is how we mark the online connectors. ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം ഇങ്ങോട്ട് വരച്ചേക്കാം. ഒന്ന് നമുക്ക് ഇങ്ങനെ വരച്ചു വെക്കാം, അതിന് പകരം ഇങ്ങോട്ട് കൊടുത്തേക്കാം. പ്രിന്റ് മാക്സ് സ്റ്റോപ്പ്. ഇല്ലെങ്കിൽ റീഡ് നമ്പർ, കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. ഇഫ് മാക്സ് ലെസ് ദാൻ നമ്പർ ആണെങ്കിൽ വീണ്ടും ഇത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. ഇഫ് എസ് മാക്സ് ഈക്വൽ ടു നമ്പർ, go to A. Go through this again. Start, read n, max equal to 0, count equal to 0. If max less than or equal to n. പ്രോഗ്രാം കഴിഞ്ഞു എന്താ വേണ്ടത്, നമുക്ക് ഇവിടെ നേരെ ഇങ്ങോട്ടേക്ക് വരണം. We are printing B, printing max stop. ഇതാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ വരയ്ക്കുന്നതിന് പകരം ഇങ്ങനെ വരച്ചിടാം. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ വര ഒഴിവാക്കാൻ നമ്മളുടെ ബി എന്ന് എഴുതിയേക്കണം. ഇവിടെ ബി എന്ന് എഴുതി, ഇവിടെ ബി എന്ന് എഴുതി. ഓക്കെ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ലെജിബിളായിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴും ഫ്ലോ ലൈൻസ് വരയ്ക്കുക. വൃത്തികേടാവും തോന്നുവാണെങ്കിൽ ഉടനെ ഈ കണക്ടേഴ്സ് ഉപയോഗിക്കുക. ഓക്കെ. ഇവിടെ ആണെങ്കിലോ റീഡ് ഫസ്റ്റ് ടൈം, ഇത് കണക്ട് മനസ്സിലാൻ വേണ്ടി ബി എന്ന് എഴുതിയത് ഇവിടെ. റീഡ് നമ്പർ, കൗണ്ട് ഈക്വൽ കൗണ്ട് പ്ലസ് 1, മാക്സ് ലെസ് ദാൻ ഈക്വൽ ടു n. ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ മാക്സ് ഈക്വൽ നമ്പർ. നമ്മൾ എപ്പോഴാണ് റീപ്ലേസ് ചെയ്യുന്നത്, നമുക്ക് വലിയ നമ്പർ കിട്ടുകയാണെങ്കിൽ മാത്രം റീപ്ലേസ് ചെയ്യാൻ മതി. ഓക്കെ. ആണെങ്കിൽ മാക്സ് റീപ്ലേസ് ചെയ്തു. ഇത് എങ്ങോട്ട് വേണം, വീണ്ടും ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെയൊക്കെ നമ്മൾ കണക്ഷൻ ഇങ്ങോട്ടാണ് വരയ്ക്കുന്നത്. ഇതുപോലെ. That is what is happening. ഓക്കെ. ഇവിടെ ചെയ്യുന്ന എന്താ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം. ലോജിക് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഒരു നമ്പർ റീഡ് ചെയ്തു, ആ നമ്പർ നമ്മുടെ മാക്സിമം 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നമ്പർ റീഡ് ചെയ്തു, ആ നമ്പർ ആണോ മാക്സിമം നോക്കുന്നു യൂസിങ് ഡിസിഷൻ മേക്കർ. ആണെങ്കിൽ മാക്സിമം നമ്പർ ആക്കി, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. നമുക്ക് ഇവിടെ ജസ്റ്റ് മോഡിഫൈ ചെയ്ത് വേണമെങ്കിൽ വരയ്ക്കാം. നിങ്ങൾ വരച്ചു നോക്കാം. ഇവിടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് വരയ്ക്കാം. സെയിം തന്നെ വരയ്ക്കണമെന്നില്ല. ഗ്രേറ്റർ ആണെങ്കിൽ മാത്രം മാക്സിമം സെറ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. നോ ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. നോ ആണെങ്കിൽ വീണ്ടും അടുത്ത നമ്പർ റീഡ് ചെയ്താൽ മതി. ഓക്കെ. This is the maximum 2 numbers. Next, whether a number is odd or even. To find out whether a number is odd or even. Odd ആണോ even ആണോ എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? Here we are using this percentage symbol. Percentage symbol നേരത്തെ പരിചയപ്പെട്ടതാണ്. 5% 2 എന്ന് എന്താ വരിക? 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്ര വരിക? 5ലെ 2 2 തവണ പോകും. 2 into 2 4 ആണ്. ബാക്കി റിമൈൻഡർ 1. അപ്പോൾ 4% 2 ആണെങ്കിലോ 4ലെ 2 കംപ്ലീറ്റ് ആയിട്ട് പോകും. ഇത് 0 എന്ന് കിട്ടും. എൻ്റെ എക്സാമ്പിൾ എഴുതാം. 9% 2 ആണെങ്കിലോ 9ലെ 4 ടൈംസ് പോകും. 4 into 2 8 ആണ്. റിമൈൻഡർ 1 എന്ന് കിട്ടും. 8% 2 ആണെങ്കിലോ 8ൽ കംപ്ലീറ്റ് ആയിട്ട് പോകും. റിമൈൻഡർ 0 കിട്ടും. or another words even നമ്പറിന് എന്താ കിട്ടുക? this is even ആണെങ്കിൽ 0 എന്ന് കിട്ടും. odd ആണെങ്കിലോ 1 എന്ന് കിട്ടും. this is the idea. n%2 is equal to 0 ന്റെ അർത്ഥം 0 ആണെങ്കിൽ എന്ത് വേണം? ഈവൺ നമ്പർ ആണ്. n%2 odd equal to 1 ആണെങ്കിലോ odd. this is the idea. This is how we check whether number is odd or even. എന്താ അൽഗോരിതം എങ്ങനെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുക? സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 read n. സ്റ്റെപ്പ് 3 ഒറ്റയടിക്കാൻ വേണ്ടി എഴുതാം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഇട്ടിട്ട് എഴുതാം. ഒറ്റയടിക്ക് എഴുതാം. if n%2 equal to 0. Go to step
സ്റ്റെപ്പ് നമ്പർ അവസാനം എഴുതാം. സ്റ്റെപ്പ് 4 print even. Step 5 print odd. Step 6 stop. Algorithm basic format ആയി. നോക്കാം. n% 2 ആണെങ്കിൽ എന്ത് വേണം? ഇത് ഈവൺ നമ്പർ ആണ്. നമുക്ക് സ്റ്റെപ്പ് 4ലേക്ക് പോകാം. സ്റ്റെപ്പ് 4ലേക്ക് പോയി. സ്റ്റെപ്പ് 4ൽ പോയി പ്രിന്റ് ഈവൺ കഴിഞ്ഞ് നമുക്ക് വേറെ സ്റ്റെപ്പ് 6ലേക്ക് പോയാൽ മതി. ഗോ ടു സ്റ്റെപ്പ് 6. കാരണം കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യണം? ഗോ ടു സ്റ്റെപ്പ് 4. else go to step 5. n% 2 equal to 0 ആണ് സ്റ്റെപ്പ് 4ലേക്ക് പോവുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് 5ലേക്ക് പോവുക. സ്റ്റെപ്പ് 5 പിന്നെ ഇങ്ങോട്ട് എഴുതേണ്ട കാര്യമില്ല. സ്റ്റെപ്പ് 6 ഡയറക്റ്റ് സ്റ്റോപ്പ് ആണ്. This is how we write the algorithm. ഇത് നമുക്ക് ഇത് കുറച്ച് നന്നാക്കി വേണം എഴുതാം. കുറച്ച് സ്റ്റെപ്സ്, കുറച്ച് കോംപ്ലിക്കേഷൻ, കുറച്ച് സെയിം അൽഗോരിതം തന്നെ എഴുതാം. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. Step 2 read n. Step 3 read n%2 equal to 0. ഈ ഡബിൾ ഈക്വൽ ടു ഇട്ടത് സെയിം ആണെന്ന് അറിയാനായിട്ടാണ്. സാധാരണ ലോജിക് കൺവെൻഷൻ ആണ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺവെൻഷൻ ആണ് ഡബിൾ ഈക്വൽ ടു. ചെക്ക് വെദർ ദിസ് ഇസ് ഈക്വൽ ടു ദിസ്. നമുക്ക് അൽഗോരിതത്തിൽ ഈക്വൽ ടു എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു എന്നാണ് എഴുതാം, നോ പ്രോബ്ലം. ഗോ ടു സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 മാത്രമേ എഴുതുള്ളൂ. സ്റ്റെപ്പ് 4 നമ്മൾ തിരിച്ചെഴുതി. സ്റ്റെപ്പ് 4 പ്രിന്റ് ഓ. ഓക്കെ, ഈവൺ ആണ് ഇവിടെ. സ്റ്റെപ്പ് 5 എത്തി. സ്റ്റെപ്പ് 6. ഇവിടെ ഈവൺ ആണ്. n% ഈക്വൽ ടു 0 ആണെങ്കിൽ ഈവൺ നമ്പർ ആണ്. ഈവൺ നമ്പർ ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 5 പ്രിന്റ് ഈവൺ. സ്റ്റോപ്പ്. ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ചെയ്തോളൂ. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെപ്പിന് എങ്ങോട്ടും പോകുന്നില്ല, സ്റ്റെപ്പ് 4ലേക്ക് വരും. നമ്മളിവിടെ എൽസ് ഇടുന്നില്ല. സ്റ്റെപ്പ് 4ലേക്ക് പോയി പ്രിന്റ് ഓഡ്. ഗോ ടു സ്റ്റെപ്പ് 6. കുറച്ചുകൂടി സിമ്പിൾ ആയില്ലേ ഇതിനേക്കാൾ? എന്താ വ്യത്യാസം വരുത്തിയ? ഈ സ്റ്റെപ്പ് അങ്ങോട്ടും കൂടെ മാറ്റിയത് മാത്രമേ ഉള്ളൂ. ഇത് അങ്ങോട്ടും കൂടി ഇന്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഈവൺ കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് വരും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഗോറ്റ് എഴുതേണ്ടി വന്നില്ല. ഓക്കെ, ഇവിടെ ഓർഡർ ഗോറ്റ് വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ എൽസ് വന്നില്ല. ചെറുതായിട്ട് അങ്ങോട്ടും മാറിയപ്പോൾ തന്നെ കുറെ സ്റ്റെപ്പ് സിമ്പിളറായി. ഇവിടെ എൽസിന്റെ ആവശ്യമില്ല, കാരണം ഇത് ആണെങ്കിൽ മാത്രമേ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ പ്രിന്റ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് അൽഗോരിതം പല രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതിയാലും അൽഗോരിതം ഓക്കെയാണ്. ഓക്കെ, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ഐഡിയ കറക്റ്റ് മാത്രം മതി. കോംപ്ലിക്കേറ്റഡ് ആയെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. തെറ്റരുത്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാ സ്റ്റെപ്പിലും വരുന്നുണ്ടെങ്കിൽ അൽഗോരിതം കറക്റ്റ് ആണ്. സിംപ്ലിഫൈ എഴുതുന്ന ഒരു നിർബന്ധമില്ല. യു ക്യാൻ റൈറ്റ് ഇൻ വിച്ച് എവർ വേ യു വാണ്ട്, ബട്ട് മേക്ക് ഇറ്റ് ക്ലിയർ. മനസ്സിലാവണം, ക്ലിയർ ആയിരിക്കണം. Okay, next is area and nature of a triangle. ഒരു ട്രയാങ്കിളിന്റെ ഏരിയയും നേച്ചറും കണ്ടുപിടിക്കാനുള്ള അൽഗോരിതം ഫ്ലോ ചാർട്ടാണ്. ഒരു ട്രയാങ്കിൾ ആകുമ്പോൾ എന്താണ്? 3 സൈഡ് ഉണ്ട്, എ ബി സി.
ഏരിയ എങ്ങനെ കണ്ടെത്താം? ഏരിയ is equal to square root of s into s minus a into s minus b into s minus c. This you already know. Square root of s into s minus a into s minus b into s minus c. Where s is equal to a plus b plus c by 2. നമ്മൾ മാത്സിൽ പഠിക്കുന്ന ഫോർമുലയാണ്. ഈ ഒരു ട്രയാങ്കിൾ ആവണമെങ്കിൽ എന്ത് വേണം? അൽഗോരിതം എഴുതുമ്പോൾ നമുക്ക് എല്ലാ പോസിബിൾ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി നോക്കണം. ഓൾ സൈഡ്സ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0. ഒരു എ ഇല്ല, എക്കും ബിക്കും സിക്കും പോസിറ്റീവ് വാല്യൂസ് വരണം അല്ലെ? ആൻഡ് നോ സൈഡ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് നമുക്ക് ചെയ്യുമ്പോൾ എല്ലാ സൈഡും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. എല്ലാ സൈഡിലും നെഗറ്റീവ് വാല്യൂ വരാൻ പാടില്ല. സം ഓഫ് എനി ടു സൈഡ്സ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ് അല്ലെ? ഒരു ട്രയാങ്കിൾ ആവണമെങ്കിൽ എന്ത് വേണം? സം ഓഫ് എനി ടു സൈഡ്സ് മസ്റ്റ് ബി. ഈ രണ്ട് സൈഡിന്റെ സം എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലുതായിരിക്കണം. ഏത് സൈഡ് എടുത്താലും അങ്ങനെ തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ട്രയാങ്കിൾ ആവുള്ളൂ. ദീസ് ആർ ദ കണ്ടീഷൻസ് ടു ബിക്കം എ ട്രയാങ്കിൾ. അപ്പൊ എ ഈക്വൽ ടു 0 ആണ് എന്ത് പറ്റും? ബി ഈക്വൽ ടു സി ഈക്വൽ ടു 5. ദിസ് ഇസ് നോട്ട് എ ട്രയാങ്കിൾ. ട്രയാങ്കിൾ ആണ് എക്കും ബിക്കും സിക്കും വാല്യൂ വരാം. നമുക്ക് രണ്ടെണ്ണം വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഇവിടെ വാല്യൂ വരണം, പോസിറ്റീവ് ആയിരിക്കണം. ബോത്ത് എ ബി സി മസ്റ്റ് ബി പോസിറ്റീവ്. That is, we have to get a greater than 0, b greater than 0, c greater than 0. And a plus b must be greater than c. Similarly, b plus c must be greater than a. C plus a must be greater than b. Sum of any two sides must be greater than the third side. Okay. In nature, how do you find out the nature of a triangle? Triangle can be equilateral if all sides are equal. It can be isosceles when any two sides are equal. If no sides are equal, that triangle is known as a scalene triangle. These are the nature of triangles. So, നമുക്ക് സൈഡ് എല്ലാം കറക്റ്റ് ആണ്, നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. എയും ബിയും ഈക്വൽ ആണെങ്കിൽ അത് അതിന്റെ അർത്ഥം ഇക്വലാറ്റർ ആണെന്നാണ്. ഏതെങ്കിലും രണ്ട് സൈഡ് മാത്രം ഈക്വൽ ആണെങ്കിലോ ഐസോസെലസ് ആണ്. മൂന്നും ഡിഫറെന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് സ്കേലൈൻ. This is same thing which I have written again. No side should be less than or equal to 0. That is, a less than or equal to 0 ആണെങ്കിലോ b less than or equal to 0 ആണെങ്കിലോ c less than or equal to 0 ആണെങ്കിലോ print cannot form a triangle and go to last stop. സ്റ്റോപ്പിന് സ്റ്റെപ്പിലേക്ക് പോവുക, ചെയ്യണ്ട. നമ്മൾ തിരിച്ചെഴുതുന്നത് അൽഗോരിതം എഴുതുമ്പോൾ തിരിച്ചെഴുതാം. നമ്മൾ പറഞ്ഞു a greater than 0 ആവണം, b greater than 0 ആവണം, c greater than 0 ആണെങ്കിൽ മാത്രമേ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ചെയ്യുമ്പോൾ a less than 0 ആണെങ്കിൽ, b less than 0 ആണെങ്കിൽ, or c less than equal to 0, equal to ഇൻക്ലൂഡഡ് ആണ്, അങ്ങനെയാണെങ്കിൽ ചെയ്യാം. ട്രയാങ്കിൾ ഒന്നും ഫോം ചെയ്യാൻ പറ്റില്ല. ഗോ ടു ദ ലാസ്റ്റ് സ്റ്റെപ്പ്. അൽഗോരിതം അവിടെ തീർന്നു. അതാണ് എളുപ്പം എഴുതാം. മറ്റു രീതിയിലും എഴുതാം, ഇതാണ് ഒന്നുകൂടെ എളുപ്പം. അല്ലെങ്കിൽ ചെയ്യണ്ട. ഓക്കെ. അതേപോലെ a greater than b plus c ആണെങ്കിലോ b greater than a plus c ആണെങ്കിലോ c greater than a plus b ആണെങ്കിലോ then print cannot form a triangle. Go to the last step. ഇനി a equal to b equal to c ആണെങ്കിൽ print equilateral triangle. See, a equal to b ചെയ്യേണ്ടത് എന്താ? a equal to b equal to c എന്നാണ്. അപ്പൊ a equal to b ആണ്, b equal to c ആണെങ്കിലോ ഓട്ടോമാറ്റിക്കായിട്ട് a will be equal to c. അപ്പൊ മൂന്നെണ്ണം ചെയ്യണമെന്നില്ല, എങ്ങനെ ചെയ്താലും മതി. a equal to b ആണ്, b equal to c ആണ്, അപ്പൊ ഇത് equal to c ആണ്. That means a equal to b equal to c. Okay. a equal to b ആണ്, b equal to c ആണ്. Sorry, a equal to b ആണ്, b equal to c ആണ്. This is an equilateral triangle. a equal to b, ഇത് രണ്ടും ട്രൂ ആണ്. എയും ബിയും ഈക്വൽ ആണ്, അല്ലെങ്കിൽ ബിയും സി ഈക്വൽ ആണ്. a equal to b ആണ്, രണ്ട് സൈഡ് ഈക്വൽ ആണ്. or b equal to c ആണ്, or c equal to a ആണ്. Then this is an isosceles triangle. മൂന്ന് സൈഡ് ഈക്വൽ ആവരുത്. മൂന്ന് സൈഡ് ഈക്വൽ ആകുമ്പോൾ ഇതെല്ലാം വരാം. മൂന്ന് സൈഡ് ഈക്വൽ അല്ല, പക്ഷെ ഏതെങ്കിലും രണ്ട് സൈഡ് മാത്രം ഈക്വൽ ആണെങ്കിൽ we can say that this is an isosceles triangle. ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾ രണ്ട് സൈഡ് ഈക്വൽ ആണ്, മൂന്നാമത്തെ ഈക്വൽ. മൂന്ന് സൈഡ് ഈക്വൽ ആണ്. മൂന്ന് സൈഡ് ഈക്വൽ ആണ്. This is equilateral, isosceles, and scalene triangle. If no sides are equal, a not equal to b and b not equal to c and c not equal to a, then print it is a scalene triangle. Okay. And this is the algorithm. പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതിയേക്കുവാണ്. സ്റ്റാർട്ട്, read ABC. If a less than or equal to 0 or b less than or equal to 0 or c less than or equal to 0, go to step 14. ഈ സ്റ്റെപ്പ് നിങ്ങൾ അവസാനം എഴുതിയാൽ മതി. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണോ, print cannot form a triangle, ആ സ്റ്റെപ്പ് എന്താണോ അതോടെ എഴുതിയാൽ മതി. ഇപ്പൊ എഴുതണ്ട, ഇപ്പൊ എഴുതിക്ക് നമുക്ക് കിട്ടില്ല, ലാസ്റ്റ് എഴുതിയാൽ മതി. അതേപോലെ if a greater than b plus c ആണെങ്കിലോ b greater than a plus c ആണെങ്കിലോ c greater than a plus b ആണെങ്കിലോ go to last step.
A equal to B and B equal to C ആണെങ്കിൽ എന്താണ് സ്റ്റെപ്പ് 8 അതായത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. A not equal to B not equal to C ആണെങ്കിൽ എന്ത് വേണം സ്കെയിലൈൻ ട്രയാങ്കിൾ ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആണ്. A equal to B or B equal to C, B equal to C or C equal to ആണെങ്കിലോ സ്റ്റെപ്പ് 12 ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. നമ്മൾ പല ഏരിയ ഫൈൻഡ് ഔട്ട് ദ നേച്ചർ ഓഫ് ട്രയാങ്കിൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു ട്രയാങ്കിൾ നേച്ചർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. This is a flow chart to find the nature of a triangle. Start, read ABC. Therefore, A less than equal to 0 or B less than equal to 0 or C less than equal to 0 ആണെങ്കിൽ എന്ത് വേണം? Friend cannot form a triangle. അതേപോലെ A greater than B plus C ആണ്, B greater than A plus C ആണ്, C greater than A plus B ആണെങ്കിലോ friend cannot form a triangle and stop. അതല്ല A equal to B and B equal to C ആണെങ്കിലോ friend equilateral triangle. ഓക്കെ. അല്ലെങ്കിൽ എയിലേക്ക് വന്ന് ഇത് കണക്ഷൻസ് ഉപയോഗിച്ചേക്കുന്ന. ഇനി A 3 ഈക്വൽ അല്ല ഫ്രണ്ട് സ്കെയിലൈൻ ട്രയാങ്കിൾ. രണ്ട് സൈഡ് ഈക്വൽ ആണ് ഫ്രണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ. എന്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ അവിടെ ബി 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 എന്നിട്ടേക്കണം. ബി എല്ലാം സ്റ്റോപ്പിലേക്ക് കണക്ട് ചെയ്തേക്കണം. A ആണെങ്കിൽ this is how we connect A. Here we have find out the nature of a triangle. ഏരിയയോടെ എങ്ങനെ കണ്ടുപിടിക്കുക? How do we find the area of a triangle? ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റോപ്പിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? S first we have to find out S. Step നമുക്ക് അറിയില്ല. സ്റ്റെപ്പ് അപ്രോപ്രിയേറ്റ് എഴുതണം. സ്റ്റെപ്പ് you write a step number. I don't know the step number. നമ്മൾ എഴുതി നോക്കണം. Set S is equal to A plus B plus C by 2. By 2. കണ്ടുപിടിച്ചു. Area is equal to SQRT of S into S is equal to A plus B plus C divided by 2. Area is equal to SQRT of S into S minus A into ഇങ്ങനെ ഇടാം into S minus B into S minus C. ഏരിയ കണ്ടുപിടിച്ചു. ഇനി എന്ത് വേണം? അടുത്ത സ്റ്റെപ്പില് print area. അടുത്ത സ്റ്റെപ്പാണ് സ്റ്റോപ്പ്. സ്റ്റോപ്പിന് മുമ്പായിട്ട് ഇത്രയും കാര്യങ്ങൾ വെക്കണം. സ്റ്റെപ്പ് 14 ആണെങ്കിൽ ഇത് 15 വരും, ഇത് 16 വരും, ഇത് 17 വരും, ഇത് 18 വരും. ഇത് സ്റ്റെപ്പ് 15 ആയിരിക്കില്ല, സ്റ്റെപ്പ് 18 വരും. ഇതിന്റെ ഇടയിൽ ഇത്രയും സ്റ്റെപ്പുകൾ വരും. ഓക്കെ. അപ്പൊ അതനുസരിച്ച് ഈ സ്റ്റോപ്പ് എവിടെയൊക്കെ എഴുതുന്നതെല്ലാം സ്റ്റെപ്പ് വ്യത്യാസം വരും. ആവശ്യമുള്ള സ്ഥലത്തേക്ക് സ്റ്റെപ്പ് ചേഞ്ച് ചെയ്യാം. So just modify this to include this in this diagram, include area too. Okay. Flow chart വരയ്ക്കണമെങ്കിലോ ഫ്ലോ ചാർട്ടിലേക്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് നേച്ചർ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് ഏരിയ കൂടെ ആഡ് ചെയ്യണം. ഫ്ലോ ചാർട്ടിൽ ഏരിയ എങ്ങനെ ആഡ് ചെയ്യാം? ഇവിടെ വരയ്ക്കാം. നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച എസ് ആണ്. എസ് എവിടെ വരയ്ക്കണം? റെക്ടാങ്കിൾ ബോക്സിൽ വരയ്ക്കണം. എസ് ഇസ് ഈക്വൽ ടു A plus B plus C by 2. ഏരിയ കണ്ടുപിടിക്കണതോ? ഏരിയ is equal to എക്സാക്ട് സ്റ്റെപ്സ് എഴുതുക. ഇനി എന്ത് ചെയ്യണം? പ്രിന്റ് ആണ്. പ്രിന്റ് നമ്മൾ പാരാഗ്രാംസ് വേണം. പ്രിന്റ് ഏരിയ. ലാസ്റ്റ് സ്റ്റെപ്പ് ഇതോടെ ഈ ഡയഗ്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. These are some of the questions of this module. This is a very small module, only 2 classes. Copy this down and find out the answers. You have to submit this answers in your classroom. I'll give you the date. Okay. By the time ഈ മൊഡ്യൂളിന്റെ ക്ലാസ് നോട്ട്സ് എഴുതുക. ഒപ്പം ഈ 16 പ്രോബ്ലംസും സോൾവ് ചെയ്യുക.
Okay. Thank you.